Hello, my dear divine souls. ട്വിൻ ഫ്ലെയിം ജേണിക്ക് വേണ്ടി തുടങ്ങിയ ഒരു ചാനലായിരുന്നു അത്. ഈ യാത്രയിലേക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ സറണ്ടർ ആവുന്നത്. കാരണം നമ്മുടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ടൈം, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും വിഷമിച്ചിരിക്കുന്ന ടൈമിലായിരിക്കും മിക്കവാറും എല്ലാവരും ഈ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്ന ഈ ഒരു ടൈം തന്നെ കേൾക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പല സിംറ്റംസൊക്കെ വെച്ചിട്ട് നമ്മൾ അത് നമ്മളിലേക്ക് തന്നെ കണക്ട് ചെയ്തിട്ട് നമ്മൾ സ്വയം ഞാൻ ട്വിൻ ഫ്ലെയിം ജേണിയിലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ അതിലേക്ക് സറണ്ടർ ആകുന്നു. പിന്നെ ഫുൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഓരോ വീഡിയോസിലും പറയുന്ന കാര്യങ്ങൾ അതേപോലെ നമ്മൾ ഓപ്പണായിട്ട്, വളരെ ഓപ്പണായിട്ട് റിസീവ് ചെയ്യുകയാണ് ആ കാര്യങ്ങളെല്ലാം തന്നെ. സ്വാഭാവികമായിട്ടും ആ ഓപ്പൺ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുമാതിരി നമ്മുടെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, എപ്പോഴാണോ നമ്മൾ കോൺഷ്യസ്ലി അതിൻ്റെ അകത്തേക്ക് സറണ്ടർ ആയത് അപ്പോൾ മുതൽ ഈ പറയുന്നത് എല്ലാ കാര്യങ്ങളും നടക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ ഈ ഒരു യാത്ര, നമ്മൾ ഈ ജന്മം എടുത്തിരിക്കുന്നത് സത്യത്തിൽ ഈശ്വര സാക്ഷാത്കാരത്തിനാണ്, അതിനു വേണ്ടിയാണ് പ്രയത്നിക്കേണ്ടത്. പക്ഷെ അത് നമ്മുടെ ട്വിൻ ഫ്ലെയിം ജേണിയിൽ എല്ലാവരും തന്നെ പറയുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു പുറമേ ഇരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള യൂണിയനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ യാത്ര തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ യഥാർത്ഥത്തിൽ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് ഈ ജീവാത്മാവും പരമാത്മാവും തന്നെയാണ്, നമ്മൾ തന്നെയാണ്. അല്ലാതെ പുറമെ ഒരു വ്യക്തിയല്ല. പുറമേ ഉള്ളത് തപ്പി നമ്മൾ എത്ര നടന്നാലും നമ്മൾ എങ്ങും എത്തുന്നില്ല, അല്ലെങ്കിൽ അതൊന്നുമല്ല ഇതൊന്നും അല്ല എന്ന് നമ്മളെ ഓരോ നിമിഷവും അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ സ്വരൂപത്തെ തന്നെ തേടിയാണ് നമ്മൾ നടക്കുന്നത്. അത് ഒരുപാട് യാത്ര ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. പിന്നെ ഈ ഡിവൈൻ ഫെമിനൈൻ എന്ന് പറയുമ്പം നമ്മുടെ എനർജി, അല്ലെങ്കിൽ നമുക്ക്, ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ളൊരു പവറുണ്ട്. പക്ഷെ അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ടാരോ റീഡിങ്, അതുപോലെ ട്വിൻ ഫ്ലെയിം ഗൈഡൻസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ എനർജി അപ്ഡേഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചാനലുകൾ കുറേ ഉണ്ട്. എല്ലാം പോയി ഇരുന്ന് കാണരുത്. കാരണം ഇങ്ങനെ കാണും തോറും നമ്മൾ ഓരോ കാര്യങ്ങളെ നമ്മളിലേക്ക് നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തതെല്ലാം മാനിഫെസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കും. ഇതൊരു ഒരു കറക്കമാണ്. ഇതിങ്ങനെ ആവർത്തിച്ച് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് വെളിയിൽ ചാടണച്ചിരിക്കണം നമ്മൾ എന്തിനാ വന്നിരിക്കും. നമുക്ക് ഒരു കാര്യം പൂർണ്ണമായും പഠിപ്പിച്ചു തരാം. നമ്മളൊരു സ്പിരിച്വൽ ജേണിയിലാണ് നിൽക്കുന്നത്. നമ്മൾ അന്വേഷിക്കുന്നത് നമ്മളെ തന്നെയാണ്, ഈശ്വരനെയാണ് സാക്ഷാത്കരിക്കേണ്ടത്. അതാണ് പഠിക്കേണ്ട കാര്യം. അത് എപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ആ നിമിഷം നമ്മൾ ഈ ട്വിൻ ഫ്ലെയിം ജേണിയുടെ ഈ വട്ടക്കറക്കലിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് ചാടും. കാരണം ഇത് ഇങ്ങനെ കേൾക്കുന്നു, നമ്മുടെ ആ ടൈമിലുള്ള സ്പിരിച്വൽ ആ ഒരു എനർജി ലെവൽ വെച്ചിട്ട് ഇതെല്ലാം മാനിഫെസ്റ്റഡ് ആക്കുന്നു. അതായത് നമ്മൾ തന്നെ നമ്മുടെ ലോകം സൃഷ്ടിച്ചെടുക്കുന്നു എന്ന് പറയുന്നില്ലേ, അതിങ്ങനെ നടക്കുന്നു. അപ്പോൾ കുറേ കഴിയുമ്പോൾ സ്വയം റിയലൈസ് ചെയ്യും, ഇത് ഞാൻ വിചാരിച്ചിട്ട് തന്നെ നടന്നതാണെന്ന്. അതൊരു സത്യം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ആ ചക്രത്തിന് വെളിയിലേക്ക്, അതായത് ആ ഒരു റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അതിന് വെളിയിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് സ്വതന്ത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈശ്വരനായിക്കൊണ്ട് പ്രവർത്തിക്കുക, ഈശ്വര സാക്ഷാത്കാരത്തിനായി. പിന്നെ ഇത് കാണാനും ഇതിൻ്റെ അകത്തേക്കൊന്നും നിൽക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ ചാനൽ പോലും നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമായിട്ട് വരില്ല, നമ്മൾ ആ സ്വയം ആ ഒരു ട്രാക്കിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ളത് വഴി തെളിയുമ്പോൾ പിന്നെ നമ്മൾ ഈ പറയുന്ന ഒരു ചാനലിൻ്റെയും
ആവശ്യം നമുക്ക് വരില്ല. കാരണം നമുക്ക് ആ ഒരു ടൈമിൽ നമുക്കൊരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് ഒരു ഗുരു ആവശ്യമാണെന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള തോന്നൽ വരും. ആ ടൈമിൽ നമ്മുടെ റിയൽ ഗുരു ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ മുന്നിൽ വരും. നമുക്ക് അതിനൊരു മാർഗനിർദ്ദേശം കിട്ടും. ഈ ഗുരു എന്ന് പറയുന്നത് നമ്മളെ ദീക്ഷ കൊണ്ട്, അപ്പം അതേത് വിധത്തിലുമാകാം. അപ്പോൾ ഗുരുവിനെ ഒരു വാക്കുകൾ കൊണ്ട് ഒരു വാക്കിൽ ഒതുക്കി നിർത്താൻ പറ്റുന്നതല്ല. അതുകൊണ്ട് നമുക്കുള്ള വഴി നമ്മൾ തന്നെ തെളിച്ചെടുക്കണം. അതിന് ഈ ഒരു കറക്കത്തിൽ നിന്ന് ആദ്യം പുറത്ത് കടക്കുക എന്നുള്ളതാണ്. അങ്ങനെ സ്വയം അറിഞ്ഞ് പുറത്ത് കടന്നിട്ടുള്ളവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ യൂത്ത് ഇത് സത്യത്തിൽ മറ്റൊരു തരത്തിലൊരു കെണിയെന്നും വേണമെങ്കിൽ പറയാം. അത് നമ്മൾ റിയലൈസ് ചെയ്യണം. കാരണം ഇപ്പോൾ പഠിക്കേണ്ട പ്രായത്തിലുള്ള, അതായത് കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, കോളേജ് PG ഇതിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വരെ ഈ ഒരു ഇതിലേക്ക് ഡെപ്തിലേക്ക് ഇറങ്ങി ചെന്ന് ഇതിൽ തന്നെ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിന് പുറത്ത് കിടക്കണം. കാരണം ഇതിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആകുന്നത്, നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ, നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് ഇടുക. അപ്പോൾ എന്ത് ചെയ്യണം എന്നായിരിക്കും. നന്നായിട്ട് ഇപ്പോൾ പഠിക്കുന്ന ടൈമാണെങ്കിൽ പഠിക്കുക. ആ പഠിക്കുന്നതോടൊപ്പം ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. ഈ ചെയ്യുന്ന എല്ലാ കർമ്മവും എന്ത് നമ്മൾ ചെയ്താലും അതെല്ലാം ഈശ്വരൻ നമ്മളെ ഉപയോഗിച്ച് ചെയ്യുന്നു. ആ ബോധത്തിലെത്തി നിന്ന് ചെയ്യുക. ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു അഹങ്കാരത്തിലേക്ക് എത്തുമ്പോഴാണ്, ആ ഒരു തോന്നലാണ് നമുക്ക് എപ്പോഴും വിഷമങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു ലൈഫ് ജേണിയിൽ കുട്ടികളായിട്ട് പഠിക്കുന്ന കുട്ടികളാരെങ്കിലും ഇതിൻ്റെ അകത്ത് വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറയുന്ന ഈ ഒരു സർക്കിളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അവർ ഒരുപാട് ചാനലുകൾ ഇരുന്ന് കാണുന്നുമുണ്ടാകും. അങ്ങനെയുള്ള കുട്ടികൾ ദയവ് ചെയ്ത് നിങ്ങൾ ഇതിന് പുറത്തേക്ക് കിടക്കുക. കാരണം എല്ലാ പവറും നിങ്ങളുടെ ഉള്ളിൽ തന്നെയായിരിക്കണത്. നിങ്ങൾക്ക് ഇത്രയേറെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് മറ്റൊരു കാര്യത്തിലേക്ക് തിരിക്കുക. ഈ പ്രപഞ്ചത്തിനും ഈ രാജ്യത്തിനും ഈ പ്രപഞ്ചത്തിനും മനുഷ്യർക്കും എല്ലാവർക്കും ഉപകാരമാകുന്ന രീതിയിലേക്ക് അതിനെ തിരിച്ചു വിടുക. അതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയത തന്നെയാണ്. അതിൽ വേരൂന്നിക്കൊണ്ട് പ്രവർത്തിക്കുക. അതിൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ആത്മീയതയിൽ അതെങ്ങനെ? നിങ്ങൾ ജപം ചെയ്യുക, ധ്യാനം ചെയ്യുക. ഇതെല്ലാം നമ്മുടെ അടിത്തറയാണ്. അപ്പോൾ നമ്മൾക്ക് മുന്നേ പോയവർ, നമ്മുടെ ഋഷിമാരും നമ്മുടെ ഗുരുപരമ്പരകളും ഇവരെല്ലാം നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണത്. അവിടെ നമ്മൾ ഉറച്ച് നിന്ന് പ്രവർത്തിക്കുക. അപ്പോൾ മുന്നോട്ട് പോകേണ്ട വഴി സ്വയം തെളിഞ്ഞു വരും. അതുകൊണ്ട് എൻ്റെ മക്കളെല്ലാവരും ഈ ഒരു കറക്കത്തിൽ നിന്ന് പുറത്ത് കിടക്കുക. ഇനി പ്രായമായിട്ടുള്ളവർ ആരെങ്കിലും ഇതുപോലെയുള്ള ട്വിൻ ഫ്ലെയിം ജേണിയിൽ കറക്കത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അവിടെയും എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളായിരിക്കുന്നത് ഏത് കാര്യത്തിലാണോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ ഫാമിലി ലൈഫ് ചിലപ്പോൾ മിക്കവരുടെയും ഒരു സന്തോഷപ്രദമായിരിക്കണം എന്നൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ ഇതിലേക്ക് കണക്റ്റഡായി വരുന്നത്. അപ്പം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള പല ടാസ്കുകളുണ്ടാവും. അതിൻ്റെ അകത്ത് നിങ്ങൾ ഇൻവോൾവ് ആവുക. നിങ്ങളുടെ കോൺസെൻട്രേഷൻ അതിനകത്തേക്ക് കൊടുക്കുക. ഞാൻ മുൻപ് കുട്ടികളോട് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത് ആത്മീയത തന്നെയാണ്. അതിൻ്റെ അകത്ത് വേരൊന്ന് നിന്നുകൊണ്ട്, അതായത് നിങ്ങൾ ജപവും ധ്യാനവും ഇതെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ തിരഞ്ഞെടുത്ത് അതിലേക്ക് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ വർക്ക് ചെയ്യുക. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പഠിപ്പിക്കാനായിരിക്കും, ചിലപ്പോൾ തയ്യലായിരിക്കും, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആയിരിക്കും, എന്താണോ നിങ്ങൾക്കിഷ്ടം. ഇനിയിപ്പോൾ അതൊന്നും അല്ല, ചിലപ്പോൾ കുട്ടികളെ നോക്കുന്ന ജോലിയായിരിക്കും, ഒരു
നമ്മളിപ്പം ഡേ കെയർ ഒക്കെ അല്ലേ എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. നിങ്ങൾക്ക് എന്തിലാണോ ടാലൻ്റ് ഉള്ളത് ആ ടാലൻ്റ് നിങ്ങൾ കണ്ടെത്തി അതിനു വേണ്ടി വർക്ക് ചെയ്യുക. അത് എപ്പോഴും ഓർക്കുക, നമ്മുടെ അടിത്തറ ആത്മീയതയാണ് ഈ ജപവും ധ്യാനവും ഈ പ്രാർത്ഥന. അതായത് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് അത് നമ്മളവരെ സഹായിക്കുകയാണെന്ന് ഓർത്തല്ല ചെയ്യേണ്ടത്. മറ്റുള്ളവർക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നത് ഈശ്വരനാണ്. ആ വ്യക്തിയിൽ ഇരിക്കുന്നതും നമ്മളിലെ പോലെ തന്നെ ഈശ്വര ചൈതന്യമാണ്. അതുകൊണ്ട് ഈശ്വരനായിക്കൊണ്ട് ചെയ്യുക. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം ഈ ഒരു കാര്യം, ഒരു സേവന മനോഭാവവും നമ്മൾ വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.